വർക്കൊന്നും ഇല്ലാതെ നല്ലൊരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് വെറുതെ വീട്ടിലിരിക്കേണ്ട കാര്യമുണ്ടോ? ഇറങ്ങി നാട്ടുകാരെയൊക്കെ ഒന്ന് കാണണ്ടേ? അപ്പോൾ എന്ത് ചെയ്യാം, പോവാം. ഓട്ടപാത്രത്തിൽ ഞണ്ടോലയുമ്പോ ഓടലോടലോടല്. കാക്ക നിങ്ങൾ സ്റ്റാഫ് കൊടുത്തൊക്കെ ചാടി നിൽക്കാൻ പറയാക. ഞാൻ വന്ന് നിൽക്കണോ? വെള്ളം കൊടുത്താ പറ്റൂലില്ല. ഓട് വന്ന് പാട്. അല്ല ജമ്മം കണവ ഇടം വരെ പോണമായിരുന്നു. ആകെ ജമ്മീനല്ലേ ചോയ്സ് നോക്കട്ടെ. ഇതാണ് നമ്മളെ മുതലാളി. ഈ ഇരിക്കുന്നതൊക്കെ നല്ല ഫ്രഷ് കടപ്പുറം മീനാണ് എന്ന് പറയാനുള്ള കാര്യം വേറൊന്നുമല്ല. ഇവിടങ്ങളിലൊക്കെ ചുറ്റും എന്താണ് കടപ്പുറവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നേരെ വരുന്ന മീനാണ്. ഇതിൻ്റെ ചെകളൊക്കെ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിരിക്കും. പച്ച മീനിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് എന്താണ്, ഇവിടങ്ങളിലുള്ള ആൾക്കാർക്ക് നല്ല പച്ച മീൻ ഡെയിലി കഴിക്കാം. ഞാൻ ഈ മേടിച്ച മീൻ ഏതാണ്ട് 1 കിലോയ്ക്ക് മുകളിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിലവിൽ ഇപ്പോൾ 2 പേരാണ് ഉള്ളത്, ഞാനും ഉമ്മായും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും 1/2 കിലോ മീൻ തന്നെ 2 ദിവസം ധാരാളം. അപ്പോൾ ബാക്കി 1/2 കിലോ എന്ത് ചെയ്യാം, നമ്മളെ പൊണ്ടാട്ടിയുടെ വീട്ടിലോട്ട് കൊടുക്കാം, അവരും കഴിക്കട്ടെന്നേ. അതുപോലെ പുള്ളിക്കാരത്തി പ്രഗ്നന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ കടമയില്ലേ. അല്ലെങ്കിൽ തന്നെ ഫിഷിൻ്റെ മണമടിച്ച പൂച്ച സാറിന് വരാതിരിക്കാൻ പറ്റുമോ? പൂച്ച സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡല്ലേ മീൻ എന്ന് പറയുന്നത്. പക്ഷേ കാര്യമില്ല, വലിയ മീനായിപ്പോയി. ചെറിയ മീനായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കിച്ചൻ്റെ ഭാഗത്തുള്ളത് ഈ വിൻഡോ അങ്ങ് തുറക്കും. ഒരു കാറ്റ് വരും എൻ്റെ മുത്തേ, ഈ വീടിനകത്തുള്ള സകല ചൂടും മാറും. അമ്മാതിരി തണുപ്പുള്ള കാറ്റ്. ഇതാ ഈ കാണുന്ന നെല്ല് മരത്തിൽ നിന്ന് വീശി അടിക്കുന്ന കാറ്റാണ്, നല്ല സുഖമാണ്. ഈ കാറ്റും കൊണ്ട് കിടക്കാൻ പോകാമെന്ന് വിചാരിക്കരുത്. ഇവിടെ ഇച്ചിരി പണികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിലോട്ട് കടത്തി വിടാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വൈഫ് പ്രഗ്നൻ്റായിട്ട് പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ ഉമ്മ ഇച്ചിരി ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ തളർന്നിരിക്കാൻ പാടുണ്ടാ, കട്ടയ്ക്ക് നിൽക്കണ്ടേ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഷടപടയെന്നായിരുന്നു. അപ്പോൾ ഇനി അംഗത്തിലോട്ട് കിടക്കാം. ഇത് മുളപ്പിച്ച തലയും ദിവസം വെള്ളത്തിലിട്ട് മുളപ്പിച്ച പയർ തോരനാണ്. ഭയങ്കര ടേസ്റ്റാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയതാണെങ്കിലും നമ്മുടെ ഫുൾ നിർദ്ദേശങ്ങളും തന്ന്
ഈ പരുവാക്കിയത് നമ്മുടെ വൈഫാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടായി കഴിക്കണ്ടേ. എൻ്റെ മാത്രം റെസിപ്പിയിൽ ഞാൻ ഉണ്ടാക്കിയ, വേറെ ആരുടെയും സഹായമില്ലാതെ, കൊണ്ടാട്ടിയിരുന്ന സഹായമില്ലാതെ ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് ഇത്. പച്ചമാങ്ങയും ജിഞ്ചറും മിൻറ്റും ഒക്കെ ഇട്ട് അടിച്ച് ഉണ്ടാക്കിയ ലെമൺ. അങ്ങനെയുണ്ട്, സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നല്ല എരിവുള്ള കറിയും ബീഫ് ഫ്രൈയും ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്.